എടി ഒരു ഇത്തിരി സമാധാനം തരും. വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ അപ്പം തുടങ്ങും. നിന്നോടൊന്നും ചോദിക്കാൻ പാടില്ലേ? നീ അല്ലേ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന? നീ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടാ? ഇതിനെ കമ്മ്യൂണിക്കേഷൻ എന്നാണോ പറയുന്നത്? വെറുതെ ചുമ്മാ ഇരുന്ന് ഓരോന്ന് ഓവർത്തിങ് ചെയ്തിട്ട്. നിന്നോട് ഞാൻ ഇനി ഒന്നും പറയാൻ വരുന്നില്ല. എന്ത് പറയുന്നത് നിനക്കിപ്പോൾ അത് വഴക്കായിട്ട് തോന്നണേ? ഞാൻ ഇതൊക്കെ എന്തിനാ പറഞ്ഞിരുന്ന ഒരു സമയം കഴിയുന്ന നിനക്ക് മനസ്സിലാവും. അന്ന് നിനക്ക് തോന്നുന്നു. ഓഫായി. നീ എൻ്റെ കൂടെ ഫുൾ ടൈം ഉള്ള ദിവസം ഞാൻ ഫോണിൽ ചാർജ് ഉണ്ടോ, ഫോണിൽ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് പോലും നോക്കുന്നില്ല. അല്ലെങ്കിൽ ബേബി കൂടെ ഉള്ളപ്പോൾ എനിക്കെന്താ ഫോൺ, എനിക്ക് ഫോൺ വേണ്ടല്ലോ. എടാ, നിനക്കിപ്പോൾ എൻ്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്നത്. എടി ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുകയല്ലേ, അതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ, നീ മുമ്പ് ഇങ്ങനെയായിരുന്നു, നമ്മളിങ്ങനെയായിരുന്നു. ഫോൺ പോലും എടുക്കാൻ മറന്നു പോയിരുന്നവരല്ലേടാ നമ്മൾ. അതൊക്കെ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലല്ലേ. ഇപ്പം നീ എൻ്റെ കൂടെ ഇല്ലേ, എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റൂ? എന്തേലും കാണിച്ചോട്ടെ, എനിക്കിപ്പോൾ എന്താ? എനിക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. കുഴപ്പമില്ല, ജസ്റ്റ് ഒരു റൂംമേറ്റ് മാത്രമായിട്ട് അവനെ കണ്ടാൽ പിന്നെ എനിക്കവൻ എന്ത് ചെയ്താലും പ്രശ്നമില്ല. ഞാനിനി അങ്ങനെ കണ്ടോളൂ. മതി ഉറങ്ങിയത്. എനിക്ക് ഇനി എന്തെങ്കിലും സംസാരിച്ചും പറഞ്ഞു കൊടുക്കാം. എടാ, ഞാൻ കേട്ടിട്ടുണ്ടേ ഈ കല്യാണം കഴിഞ്ഞ ബോയ്സ് ഒക്കെ ഭയങ്കര ചേഞ്ച് ആവും, സ്നേഹമൊക്കെ കുറയും, നമ്മുടെ സ്നേഹം കുറയും. എല്ലാവരെയും പോലെ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഒരു ഫേക്ക് പ്രോമിസ് ഒന്നും ഞാൻ തരുന്നില്ല. പക്ഷേ എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിഞ്ഞാൽ മതി. എനിക്ക് എന്തെന്ന് പറഞ്ഞാൽ ഭ്രാന്താടി, ഭയങ്കര ഇഷ്ടം. അപ്പം നിനക്ക് എൻ്റെ ശരിക്കും ഇഷ്ടമല്ലേ? നമ്മളൊരു 90 വയസ്സ് കഴിഞ്ഞാൽ ഇതുപോലെ സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ചങ്ങ് പോകും. നീ അത് ഉറങ്ങിയില്ലേ? നീ ആകെ മാറിപ്പോയി. പഴയ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അന്നൊക്കെ നിനക്ക് ഞാൻ മാത്രം മതിയായിരുന്നു. ഇപ്പം നിനക്ക് എന്നെ മാത്രം വേണ്ടല്ലോ. നീ എന്തൊക്കെ പിച്ചുമ്പേ പറയുന്നേ? നീ ഇപ്പം ഈയിടെയായിട്ട് കുറേ പ്രഷർ എനിക്ക് തരുന്നുണ്ട്. നീ വല്ലാണ്ട് ടോക്സിക് ആവുന്നുണ്ട്. എടി നീ അടിപൊളിയാ, സൂപ്പറാ നീ. പക്ഷേ ഈ ഓവർ തിങ്കിങ് കുറച്ച് മതിയാക്ക്. ഈ റിലേഷൻഷിപ്പ് മര്യാദയ്ക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നീ ഓവർ തിങ്കിങ് മതിയാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ നീ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കായിരിക്കില്ലേ? വെച്ചോ. നിനക്കൊന്നും ഒരിക്കലും ഞാൻ പറയണത് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ലോ, ഒന്നും. ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊളന്നോട്ടി നിനക്ക് എന്ത് കിട്ടാനാ? സമാധാനമാവട്ടെ, എല്ലാം നശിപ്പിക്കുക, എല്ലാവരും സമാധാനം കളയണം. നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? എനിക്ക് എൻ്റെ മനസ്സമാധാനം ഡെയിലി ഇങ്ങനെ കളയുമ്പോൾ. സോറി. ഞാനല്ലോടാ സോറി. തുടരുത്, വേണ്ട പോ. തുടരുതെന്ന് പറഞ്ഞാൽ തുടരുത്. ക്ഷമിക്കണം. സോറി. ഒറ്റയ്ക്ക് മതി.
മില മില വാതിൽ തുറക്ക്. മില എന്താ ഏ? ഏ? എന്താണ് മില ഇവിടെ നോക്ക്. വരണ്ട വരണ്ട എന്താ? വരണ്ട വരണ്ട എന്താ എനിക്കാരും വേണ്ട ഏ? വേണ്ട 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 ഒറ്റയ്ക്ക് മതി. എന്താ